ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫുള്ളി വെജാണ് കേട്ടോ. ഒരു അടിപൊളി ലഞ്ചാണ് ഞാൻ കാണിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ ഒരു ലഞ്ചാണ്. അപ്പോൾ ഇത് വെജിറ്റബിൾ പുലാവാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാനൊരു കറിയും ഒരു ഫ്രൈയും ആണ് ഉണ്ടാക്കിയത്. നല്ല ഒരു ദാൽ കറിയാണ്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ദാൽ കറിയും പിന്നെ പനീർ ടിക്കയാണ് കേട്ടോ. സൂപ്പറാണ്, ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ അധികം മസാലക്കുത്തൊന്നും ഇല്ലാത്ത പുലാവാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ലഞ്ചാണ് കേട്ടോ. അപ്പോൾ സ്ഥിരം പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കിട്ടുക. ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അത് ഞാനൊരു ചെമ്പിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് പുലാവിൻ്റെ റൈസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 2 ടീസ്പൂണൊക്കെ വേണ്ടി വരും. ഉപ്പ് കുറച്ച് അധികം നിൽക്കണം, ഈ ചോറിനൊക്കെയുള്ളതല്ല. ഇനിയിപ്പോൾ അത് തിളച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കഴുകി കൊണ്ടുവന്ന അരിയാണിത്. വൈറ്റ് ബാസ്മതി റൈസാണിത്. നീളമുള്ള നമ്മളെ ബിരിയാണി അരിയില്ലേ, അതാണിത്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തത് കേട്ടോ. 2 കപ്പ് മെഷറിംഗ് കപ്പ് പറയുകയാണെങ്കിൽ 2 കപ്പാണ് ഞാനിപ്പോൾ എടുത്തത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഒന്ന് തിള വരുന്നേരം നമ്മൾ അരി ഒന്ന് ജസ്റ്റ് ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കുക. അരി പൊട്ടി പോകാൻ പാടില്ല കേട്ടോ. ഒന്ന് പൊട്ടി പോകാണ്ട് ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ഭാഗം വെന്താൽ നമുക്കത് ഊറ്റിയെടുക്കണം. അപ്പോൾ 1/4 ഭാഗമേ അത് വേവാൻ പാടുള്ളൂ. ഇപ്പോൾ അത് 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഈ അരി എടുത്തിട്ട് ഇങ്ങനെ നെക്കി നോക്കിയാൽ മാഷായി പോകാൻ പാടില്ല. ഇങ്ങനെ സ്റ്റിഫായിട്ട് തന്നെ ഉണ്ടാവണം കേട്ടോ. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്, ഓട്ടപാത്രം. അതിലേക്കാണ് ഊറ്റിയെടുക്കുന്നത്. ഇത് അധികം വെന്ത് പോകാണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഈ ഒരു ഓട്ടപാത്രത്തിലേക്ക് ഊറ്റിയെടുക്കണം. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാനിപ്പോൾ ഇത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. കുറച്ച് വേവ് നമ്മൾ ഈ പാത്രത്തിൽ നിന്നും വെന്തോളും. ഇത്ര കറക്റ്റ് പാകത്തിൽ വേവാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് പനീർ ടിക്ക ഉണ്ടാക്കാൻ വേണ്ടി ഒരു മസാല ഉണ്ടാക്കുകയാണ്. പനീർ ടിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ടിക്കൻ്റെ മസാല എന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ എടുക്കുന്നത്. പുളിയില്ലാത്ത തൈരായിരിക്കണേ. 2 ടേബിൾ സ്പൂണാണ് എടുത്തത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി രണ്ടും കൂടെ അരച്ച പേസ്റ്റാണ് 1/2 ടീസ്പൂണ്. പിന്നെ വേണ്ടി ഒരു ചെറുനാരങ്ങ, ഒരു ചെറിയ ചെറുനാരങ്ങ ഞാൻ പിഴിഞ്ഞ് വെച്ചതാണ്. അതിൻ്റെ നീരാണിത്. അതിൻ്റെ കുരുവൊക്കെ പൊക്കിയിട്ട് 1 ടീസ്പൂൺ ഉണ്ടാവും ലെമണിൻ്റെ നീര്. പിന്നെ വേണ്ടിയ മുളക് പൊടിയാണ് 1/2 ടീസ്പൂണാണ് ഞാനിവിടെ മുളക് പൊടി എടുക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അല്ല 1 ടീസ്പൂണോളം ഇട്ടാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൗഡറും കൂടി ഇട്ട് കൊടുത്താണ്. പിന്നെ വേണ്ടത് ഇത് കസൂരിമേത്തി ഞാനൊന്ന് ചൂടാക്കിയിട്ട് കൈ കൊണ്ടൊന്ന് പൊടിച്ച് വെച്ചതാണ്. അതും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ച് മതിയിട്ട്, നമ്മൾ പനീറിലേക്ക് ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. തൈരും ഉണ്ട്, അതേപോലെ തന്നെ നമ്മളെ ലെമണിൻ്റെ നീരും ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു തന്നെ മതി. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പനീർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പനീർ ഞാനിവിടെ എടുക്കുന്നത് 200 ഗ്രാമാണ് കേട്ടോ. സ്ക്വയറായിട്ട് ഇങ്ങനെ മുറിച്ച് വരുന്ന പനീറാണിത്. 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് ഈ എല്ലായിടത്തും ഈ ഒരു മസാല ആവുന്ന രീതിയിൽ പൊടിഞ്ഞു പോകാണ്ട് ശ്രദ്ധിച്ച് ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. കൈ കൊണ്ട് തേക്കണമെങ്കിൽ അങ്ങനെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ശ്രദ്ധിച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മസാല പുരട്ടി വെക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് മതി. ബാക്കി പണി കഴിയുമ്പോഴത്തേക്ക് ഇത് റെഡിയാണ്. ഒരു 10 മിനിറ്റ് നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഇനി ഇത് അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കാണിക്കുന്നത് പുലാവ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പുലാവ് ഉണ്ടാക്കാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി 2 പട്ട, ഒരു 4 പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്കായി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ ഉള്ളിൻ്റെ ഒരു പകുതിയാണ് എടുത്തത്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ചെറുതായിട്ട് കളറൊന്നും മാറരുത്. പിന്നെ ഇത് മൊത്തം സ്ലോ കുക്കിംഗ് ആണ്. ഈ ഒരു മൊത്തം ഇന്ന് കാണിക്കുന്നത് ഫുള്ള്. അതുകൊണ്ട് ചെറിയ തീയിലേ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ 1/2 കപ്പ് ഉരുളക്കിഴങ്ങ് ചെറുതാക്കി മുറിച്ചതാണിത്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. 1-2 മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് ആവും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ നിങ്ങൾ മറ്റേ ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ അത് വേവിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഫ്രോസൺ ആയതുകൊണ്ട് പിന്നെ വേവിക്കേണ്ടിയില്ല. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇതിങ്ങനെ ഒന്ന് വേവട്ടെ. അപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. ഇത് തന്നെ ഓവർ കുക്കായി പോകാൻ പാടില്ല. ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം മതി. ഇനിയിപ്പോൾ 1/2 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വെജിറ്റബിൾസിൻ്റെ ഒക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. മിനിമം ഇത്ര വേണം. ഇതിൽ കുറയ്ക്കാൻ പാടില്ല കേട്ടോ. ഇതിൽ കൂട്ടാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം, കുറയ്ക്കരുത്. ഇനിയിപ്പോൾ വേണ്ടിയത് ഒരു കപ്പോളം ഞാൻ കാബേജ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണിത്. കാബേജ് ഇതിൻ്റെ ഡബിൾ എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചൂടാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഇത് ചുരുങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ ഡബിൾ കാബേജ് എടുത്താൽ മതി. അപ്പോൾ അതും കൂടെ കൂട്ടി ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതിയിട്ട്. അപ്പോഴത്തേക്ക് തന്നെ ആ കാബേജ് അങ്ങ് വാടും. അത്രേ കുക്കിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ ഒരു വെജിറ്റബിൾസിലേക്ക് മൊത്തത്തിൽ വേണ്ടിയ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഒരു ടീസ്പൂണോളൊക്കെ വേണ്ടി വരും. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ കാബേജ് വാടിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഓവർ കുക്കായി പോകാൻ പാടില്ല. അപ്പോൾ അത് നന്നായിട്ട് വെജിറ്റബിൾസൊക്കെ റെഡിയായി വന്നതാണ്.
ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് നേരത്തെ നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഇടുന്നത്. പകുതിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ചോറ് പൊട്ടിപ്പോകാൻ പാടില്ല. നല്ല ശ്രദ്ധിച്ചിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അത് കണ്ടില്ലേ, അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള റൈസാണ് കേട്ടോ. അത് നമ്മൾ ലഞ്ച് ബോക്സിൽ കുട്ടികൾക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഓഫീസിലേക്ക് കൊടുത്തേക്കണമെങ്കിൽ അതിനൊക്കെ പറ്റിയ അടിപൊളി ലഞ്ചാണിത്. അപ്പോൾ ഇനി ബാക്കി പകുതിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ മാക്സിമം ഈ സ്റ്റീലിൻ്റെ കയ്യിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇങ്ങനത്തെ മരത്തിൻ്റെ കയ്യിലെടുത്താൽ മതി കേട്ടോ, എന്നാലും അരി പൊട്ടിപ്പോവില്ല. നന്നായിട്ട് നമുക്ക് ഇളക്കി മിക്സ് ആക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാൻ തീയൊന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് നേരം ഇത് ഹൈ ഫ്ലെയിമിലൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഗരം മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളെ കറിയിലൊക്കെ ഇടുന്ന ഗരം മസാല ഇല്ല, അതാണ്. അതൊരു 1/2 ടീസ്പൂണോളം വേണം. അതിലേക്ക് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പട്ടയും ഗ്രാമ്പും ഏലക്കായൊക്കെ ഇട്ടതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ഇതും വേണം കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് എരിവിന് കുരുമുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇടുന്നില്ല, ഞാൻ ഗരം മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ പുലാവ് ഇവിടെ റെഡി ആയിന്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ പുലാവാണ് കേട്ടോ. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാണ്. നമ്മളെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കാണിക്കുന്നത് ഒരു ദാൽ കറിയാണ്. അതും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു കറിയാണ്. അപ്പോൾ നമ്മൾ സാമ്പാറിലിടുന്ന പരിപ്പാണ് ഇത്. തുവരപ്പരിപ്പ് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുവന്ന മസൂർ ദാലും ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. രണ്ടും സെയിം ക്വാണ്ടിറ്റിയാണ്. മഞ്ഞയും റെഡും 2 കളറിലുള്ള ദാലാണ് എടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. 2-3 പ്രാവശ്യം ആക്കിയിട്ട് നല്ലോണം ഒന്ന് കഴുകി കൊണ്ടുവരിക. ഇത് സോക്ക് ചെയ്യൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ജസ്റ്റ് അത് വേവാനുള്ളൊരു വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഒന്ന് തീ കത്തിച്ച് കൊടുക്കുക. പിന്നെ അത് കുക്കറിലായതുകൊണ്ട് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് മൂടിയിട്ട് ഒരൊറ്റ ഒരു വിസിലേ വരാൻ പാടുള്ളൂ കേട്ടോ. കൂടുതലായിട്ട് വെന്ത് പോകരുത്. അപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുറന്നതാണ്. അപ്പോൾ കറക്റ്റ് പാകത്തിൽ നമ്മളെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. വെന്തുടഞ്ഞു പോകാൻ പാടില്ല. ഞാൻ ഇതിൻ്റെ ഒരു പാകം കാണിച്ചു തരാം. ഇങ്ങനെ പരിപ്പ് ഇങ്ങനെ വേറെ വേറെ നിൽക്കണം കേട്ടോ. ഇതിങ്ങനെ കാണാൻ വേണ്ടി പറ്റണം പരിപ്പ്. അല്ലാണ്ട് നമ്മളെ നാട്ടിൽ ഉണ്ടാക്കുന്ന പോലെ അധികം മാഷായിട്ടല്ല നോർത്ത് ഇന്ത്യൻ ഭാഗത്തേക്കുള്ള പരിപ്പ് ഉണ്ടാക്കുക. ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. എത്ര ഇളക്കിയാലും ആ ഒരു പരിപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനിയിപ്പോൾ ആ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്ത് ഒരു 2 കഷ്ണം പട്ട, ഗ്രാമ്പു, ഏലക്കായി ഇത്ര ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടി നല്ല ജീരകമാണ്. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടട്ടെ. എന്നിട്ട് ഒരു മീഡിയം സൈസുള്ള ഉള്ളി ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ്, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലോ കുക്കിംഗ് ആണ്. കളറൊന്നും മാറാൻ പാടില്ല. ചെറുതായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരു 1-2 മിനിറ്റ് എടുക്കും ഇതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ചെറിയ തീയിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതിൻ്റെ പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി പൊടികളാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയ മല്ലിപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൗഡർ ഇട്ടിട്ടുണ്ട്. ഇത്രയാണ് ഇതിൽ പൊടികൾ വേണ്ടിയത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ പൊടികളെ പച്ചച്ചായൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോഴാണ് ആ പൊടികളുടെ ഒരു പച്ചച്ചായൊക്കെ മാറി വരിക. ഇപ്പോൾ ഇതിങ്ങനെ കയ്യിലോണ്ട് ഉടയ്ക്കുന്ന സമയത്ത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പരിപ്പുണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഉപ്പിനിടാൻ പോണേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് കറക്റ്റ് പാകത്തിലാണുള്ളത്. ഇനി ഇതിലേക്ക് ഈ കറിയിലേക്ക് വേണ്ടിയ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് ഉപ്പിട്ടത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി പാകമല്ലേ എന്നുള്ളത്. അപ്പോൾ അത് റെഡിയാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ചോട്ടെ കേട്ടോ. ഇതിന് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് തിളക്കട്ടെ. 2 മിനിറ്റ് കേട്ടോ. അപ്പോൾ അത് 2 മിനിറ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെ കറി പാകത്തിന് റെഡിയായി വന്നാണ്. സൂപ്പറാണ് കണ്ടോ. ഈ ഒരു പാകത്തിലാണ് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് ലെമണിൻ്റെ നീര് ഒഴിക്കണമെങ്കിൽ ഒരു നുള്ള ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഒഴിക്കണില്ല. ഇനിയിപ്പോൾ അത് 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കീറിയിട്ടിടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. തീ ഓഫ് ചെയ്യുക. നമ്മളെ കറി ഇവിടെ റെഡിയായിണ്. അപ്പോൾ ഞാനിപ്പോൾ പച്ചമുളക് കീറാണ്ട് തന്നെ ഇട്ടാണ്. നിങ്ങൾക്ക് കീറിയിട്ടിടണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു കൈപ്പിടി മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. മല്ലിച്ചപ്പൊക്കെ ഇതിന് നിർബന്ധമാണ്. അത് ഇട്ടാലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കരുത്. എന്തായാലും നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഈ ഒരു ചൂട് തന്നെ അതങ്ങ് വാടിക്കോളൂ കേട്ടോ. അത്രേ വേണ്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ അടിപൊളി ദാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. നമ്മളെ കേരള സ്റ്റൈലല്ല.
ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ പനീർ ടിക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മസാല വെച്ച് വെച്ചിട്ടുള്ള പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു മീഡിയം തീയിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ച് പൊരിക്കുക, കാരണം ഇത് പൊരിക്കുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ മറിച്ചിടാനൊക്കെ ശ്രദ്ധിച്ചിട്ട് മറിച്ചിടുക കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ഒന്ന് വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിണ്. പിന്നെ പനീറിന് അങ്ങനെ ഒരുപാട് വേവൊന്നുമില്ല. ഒരു മീഡിയം തീയിലിട്ടിട്ട് തന്നെ പൊരിക്കുക. അങ്ങനെ ചെറുതാക്കി ചെറിയ തീയിലൊന്നും വെക്കണ്ട. ഒരു ഇത്തിരി തീ തന്നെ ആക്കിയിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇപ്പം നമ്മളെ പനീർ ഇത് ഏകദേശം ഒന്ന് എല്ലായിടത്തും നല്ല ഫ്രൈ ആയി വന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ പൊരിക്കുന്ന സമയത്ത് നമുക്കിത് കുറച്ച് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഇത് പ്ലേറ്റിലേക്ക് കോരിക്കഴിഞ്ഞാൽ കുറച്ച് സ്റ്റിഫ് ആവും കേട്ടോ. കുറച്ച് ഉറപ്പും ഉണ്ടാവും. പിന്നെ നല്ലൊരു ചിക്കനൊക്കെ പൊരിച്ച പോലാണ് ഉണ്ടാവുക. നല്ല ഹാർഡായിട്ട് വരും. അപ്പോൾ ഇതിന് ഇപ്പോൾ റെഡിയാണ്. ഇനിയിപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് കോരി മാറ്റുകയാണ്. അപ്പോൾ പ്ലേറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് നല്ല ഒരു ഉറപ്പായിട്ട് വരും. അത് വല്ലാണ്ട് ഉറപ്പല്ല, നമുക്ക് എന്നാലും ഒരു തിന്നാൻ ഒരു സുഖമുള്ള ഒരു ഉറപ്പില്ല, ആ ഒരു ഉറപ്പിലേക്കായി വരും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് തിന്നാൻ വേണ്ടിയിട്ട്. നമ്മൾ ചിക്കനൊക്കെ പൊരിച്ച പോലെ കഴിക്കാം. അപ്പോൾ അതാ ഇന്നത്തെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വിളമ്പണതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ പുലാവ് കണ്ടല്ലോ, സൂപ്പറാണ്. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പം കാബേജ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ മസാലകളൊക്കെ അതും ഉണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലക്കായ്, ഗരം മസാല ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഇതിന് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആക്കണമെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് കറിയും അതേപോലെ തന്നെ ഒരു ഫ്രൈയും ആണ്. അത് രണ്ടും ഇതിൻ്റെ സൈഡിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരിപ്പ് കറി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. നമ്മളെ കേരള സ്റ്റൈലല്ല, ഇതൊരു നോർത്ത് ഇന്ത്യൻ ഭാഗത്തേക്കുള്ള അവരുടെ സ്പെഷ്യൽ പരിപ്പ് കറിയാണ്. വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. അതുപോലെ റൊട്ടിക്കും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് ഈ ഒരു ദാൽ കറി. അതേപോലെ തന്നെ ഈ ഒരു പനീർ ടിക്കയും സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ചിക്കനൊക്കെ കഴിക്കുന്ന പോലെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഈ ഒരു പനീർ ടിക്ക എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ എന്നും ഒരേ സാധനങ്ങൾ തന്നെ ചെന്ന് മടുക്കുന്ന സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ആയിട്ടാണ് ഇന്ന് ഞാൻ കാണിച്ച ലഞ്ച് കേട്ടോ. ഇത് മൂന്നും സൂപ്പർ കോമ്പിനേഷനാണ്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.